ഇതെന്താ നിങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്തതൊന്നും കുഴപ്പമില്ല, 1 മിനിറ്റ് ശ്വസിച്ചു കഴിഞ്ഞാൽ ബോധക്കേടുണ്ടാവും. അതുകൊണ്ട് ബോധക്കേടുണ്ടായി, ബോധം കെട്ട് നിങ്ങൾ നിലത്ത് വീഴണ്ടെന്നുള്ളതുകൊണ്ട് അടിച്ചതാണ്. കാര്യം ഞാൻ പറഞ്ഞതുപോലെ ലീലൻ്റെ വണ്ടിയിൽ കൊണ്ടുവന്നാണ്. അതിന് നിറമുണ്ട്, മണമില്ല. ആ നിറം എത്ര ദിവസവും നിൽക്കും. അതിന് രാസപ്രക്രിയ നടത്തിയതാണ്. വിഷാത്മകമായ രാസം സ്പ്രേ ചെയ്തിട്ട് അത് നിലനിൽക്കുന്നതുകൊണ്ടാണ് എത്രയോ ദിവസങ്ങൾ മുമ്പ് പിഴുതെടുത്ത പൂക്കൾ ഉണങ്ങാതെ കിടക്കുന്നത്. പക്ഷെ അതിന് ഗന്ധമില്ല, സുഗന്ധമില്ല, നിറം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിറങ്ങളിലേക്കും സുഗന്ധത്തിലേക്കും നമുക്ക് തിരിച്ചു പോകണം, പ്രകൃതിയിലേക്ക്. അതിനാവശ്യമായ ഒരു ആത്മബോധമാണ് നമ്മുടെ ഇതുപോലുള്ള അസോസിയേഷനുകളുടെ കൂട്ടായ്മകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടത് എന്നാണ് ഞാനിവിടെ വിനീതമായി ആഗ്രഹിച്ചതും സൂചിപ്പിച്ചതും. അതുകൊണ്ട് ഇത് അനുഭവത്തിൽ ഉണ്ടായൊരു കാര്യമാണ്. അതുകൊണ്ട് പൂക്കൾ പഴയ പൂക്കളെ പോലെ നിഷ്കളങ്കമായ മനോഹരമായ സുഗന്ധവും സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന പൂക്കൾ അത് വളർത്തിയെടുക്കുന്നതിന് നമ്മൾ ശ്രമിക്കണം. അങ്ങനെ നമുക്ക് പഴയ ആ പ്രകൃതിയിലേക്ക് മടങ്ങുന്ന സൗന്ദര്യത്തിലേക്കും സുഗന്ധത്തിലേക്കും തിരിച്ചു പോകുന്ന ഒരു സാമൂഹ്യ ജീവിതം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയാണ്. ഞാൻ മറ്റ് കാര്യങ്ങൾ കൂടുതൽ കടന്നു പോകുന്നില്ല. ബിസിനസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാമൂഹ്യ ബന്ധത്തിൻ്റെ ആത്മബന്ധം, ആ ബന്ധങ്ങൾ കാണുന്ന സാമൂഹ്യ ബോധം, അതിലൂടെ ഉന്നതമാക്കപ്പെടുന്ന ഒരു നീതിബോധം, ഇതെല്ലാം കൂടി ചേർന്ന് സംഗമിച്ച് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി കുടുംബ ബന്ധങ്ങളുടെ സാമൂഹ്യ ബന്ധങ്ങളിലൂടെ ഒരു ബിസിനസ് അസോസിയേഷനിൽ കൂട്ടായ്മ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഒരു സാമൂഹ്യ രംഗത്തെ മാറ്റങ്ങൾ പ്രതിധ്വനിപ്പിക്കാൻ കഴിയുന്ന ഒരു സാംസ്കാരികത നമുക്ക് വളർത്തിയെടുക്കാൻ ഈ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മയോട് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നത്. എടച്ചേരി റെസിഡൻസ് അസോസിയേഷൻ അതിൻ്റെ സംഘാടനം കൊണ്ട്, സംഘടനാ നേതാക്കളുടെ പ്രവർത്തകർ കൊണ്ട്, നിങ്ങളുടെ കൂട്ടായ്മയിലെ പ്രാവർത്തികമാക്കിയിട്ടുള്ള നിരവധി സാമൂഹ്യ കലാ സാംസ്കാരിക പരിപാടികൾ കൊണ്ട് ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ഘടകമാണ് എടച്ചേരി റെസിഡൻസ് അസോസിയേഷൻ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്, അതിന് ഭാരമായി ഉൾപ്പെടെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളും കൂട്ടായ്മകളും ഞാൻ പറഞ്ഞതുപോലെയുള്ള സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്തുള്ള ഒരു വിശിഷ്ടമായ സാന്നിധ്യത്തിലൂടെ ജനമനസ്സുകളെ സംസ്കൃതീകരിക്കുന്നതിന്, ഉദാത്തവൽക്കരിക്കുന്നതിന്, സാംസ്കാരിക പ്രബുദ്ധമാക്കുന്നതിന് സാധിക്കട്ടെ എന്നുകൂടി ഒരിക്കൽ കൂടി ഈ സന്ധ്യാനേരത്തെ ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, നിങ്ങളിവരുടെ ഈ അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഭദ്രദീപം കൊളുത്തി ഈ സംഗമീയതയുടെ സാംസ്കാരിക സമ്മേളനത്തിന് ഔപചാരികമായ ഉദ്ഘാടനകർമ്മം സ്നേഹാദരപരിസരം സന്തോഷപരിസരം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാം തന്നെ ആയുരാരോഗ്യം, സന്തോഷം, സംതൃപ്തി, ഐശ്വര്യം നിറഞ്ഞ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ ഇതുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഒരു 2-3 പേരെ നമ്മൾ ആദരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കൗൺസിലർ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഇന്ദിര പ്രേമാനന്ദാണ് ഇന്ന് കണ്ണൂരിന്റെ ഡെപ്യൂട്ടി മേയർ എന്ന് നമുക്കറിയാം. വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മികച്ച കൗൺസിലർ എന്ന നിലയിൽ അദ്ദേഹം ആദരിക്കപ്പെടുകയുണ്ടായി. നമ്മുടെ എടച്ചേരിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു സുദിനമാണത്. കാരണം നമ്മുടെ കൗൺസിലർക്ക് മികച്ച കൗൺസിലറുടെ അംഗീകാരം ലഭിക്കുക, നമ്മുടെ കൗൺസിലർ കണ്ണൂർ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ ആകുക എന്നത് വളരെ അഭിമാനകരമാണ്, ആഹ്ലാദകരമാണ്. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് ഈ നല്ല ചടങ്ങിന് സാക്ഷ്യം നമ്മുടെ അഡ്വക്കേറ്റ് ഇന്ദിരയെ ഇപ്പോൾ പൊന്നാട അണിയിച്ച് ആദരിക്കുക. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ 2024 പ്രസന്റ് സർവീസ് പുരസ്കാര ജേതാവ് ശ്രീമതി സ്മിത പി ആണ് ഇവിടെയുള്ളത്. വളരെ മികച്ച പ്രവർത്തനങ്ങളിലൂടെ
മുഖ്യമന്ത്രിയുടെ പ്രസിഡന്റ് സർവീസ് പുരസ്കാര ജേതാവായ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി സ്മിത പി.എ. നമുക്ക് നല്ല കൈഡികളോടെ നമുക്ക് നല്ല ചടങ്ങിന് സാക്ഷികളാവാം. ഇടച്ചേരി റെസിഡന്റ് അസോസിയേഷന്റെ മൊമെന്റോ അടക്കമുള്ള ആദരവ് ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി നൽകുകയാണ്. അടുത്തത് ഇടച്ചേരിക്കാരെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. ഇടച്ചേരി റെസിഡന്റ് അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ദിവാകരേട്ടന്റെ മകൾ കാലിക്കറ്റ് സർവകലാശാല ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ഡോക്ടറേറ്റ് നേടി നമുക്ക് TK ധന്യ ഇപ്പോൾ ഡോക്ടർ TK ധന്യ ആയിരിക്കുകയാണ്. നമുക്ക് ഹൃദയപൂർവ്വം മികച്ച ഒരു ഐഡിയ നമുക്ക് ഈ നല്ല ചടങ്ങിന് സാക്ഷികളാണ്. താങ്ക് യു സാർ. അടുത്തത് നമ്മുടെ ഈ ചടങ്ങിന്റെ മുഖ്യാതിഥി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര പ്രമോദ് ഇപ്പോൾ സന്ദേശം നൽകും. എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള ഈ ചടങ്ങിന്റെ ഓണാഘോഷ പരിപാടിയുടെ ബഹുമാന്യ അധ്യക്ഷൻ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ ജോർജ് തയ്യിൽ, ബഹുമാനപ്പെട്ട മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർ, ബഹുമാനപ്പെട്ട ACP TK രത്നകുമാർ അവർ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളായ കുക്കിരി രാജേഷ്, CK വിനോദ്, E ഷമൽ, ശ്രീമതി പത്മിനി സന്തോഷ്, CKM പ്രകാശൻ, TK ദിവാകരൻ, MK സജേന്ദ്രൻ, KT സൂര്യ, ജയലളിത ആർ, സ്വാഗത ഭാഷണം നടത്തിയ അനിൽകുമാർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എടച്ചേരി റെസിഡൻസ് അസോസിയേഷന്റെ കുടുംബാംഗങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ എല്ലാവരും ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത് എന്ന് എനിക്കറിയാം. ഈ ഒരു പരിപാടിയിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്ന ഒരു അനുഭവം, ഒരു ഓർമ്മയാണ്. കാരണം അന്ന് വിഷമത്തോടു കൂടി എനിക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നിരുന്നു. ആ ഒരു ഓർമ്മയിലാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നത്. എന്തായാലും ഓണാഘോഷ പരിപാടി എടച്ചേരി റെസിഡൻസ് അസോസിയേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു റെസിഡൻസ് അസോസിയേഷൻ എന്നുള്ള നിലയിൽ ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ഒരു അസോസിയേഷനാണ്. ആ അസോസിയേഷന്റെ പ്രവർത്തനം നാൾക്കുനാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള ഏറ്റവും മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ തന്നെ മറ്റു റെസിഡൻസ് അസോസിയേഷനുകൾക്ക് മാതൃക ആവുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് അവർ ഓരോ കാലങ്ങളിലും ചെയ്തുകൊണ്ട് പോകുന്നത്. നമുക്കറിയാം, ഈ ഓണാഘോഷ പരിപാടി അതിന് തുടക്കം കുറിച്ചത് ഈ മാസം സെപ്റ്റംബർ 11-ാം തീയതിയാണ്. അതിനുശേഷം ഇങ്ങോട്ട് വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് വളരെ വിജയകരമായി പൂർത്തീകരിച്ച് അതിന്റെ ഒരു സമാപന സമ്മേളനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഒരുപാട് പരിപാടികൾ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ ഈ ടേബിളിൽ കാണുന്ന പൂവ് എന്ന് പറയുന്നത്. കാരണം ചെണ്ടുമല്ലി പൂവിന്റെ ആ ഒരു കൃഷി നടത്താൻ വേണ്ടി വളരെ താല്പര്യപൂർവ്വം എടച്ചേരി റെസിഡൻസ് അസോസിയേഷൻ മുന്നോട്ട് വരികയും അതുപയോഗിച്ച് അവർ പൂക്കളം തീർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പായസ മത്സരം, ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം, കമ്പവലി മത്സരം, തീറ്റ മത്സരം, പൂക്കള മത്സരം, അങ്ങനെ ഒട്ടനവധി മത്സരങ്ങളും പരിപാടികളും നടത്തി അത് ഓണത്തിന്
ഓണത്തിന് ആവശ്യമായ പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ ഓണച്ചന്ത ഉൾപ്പെടെ നടത്തിയിട്ടാണ് ഇന്ന് അതിന്റെ പര്യവസാനം എന്നുള്ള നിലയിൽ ഒരു സമാപന സമ്മേളനം പോലെ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഓണം എന്ന് പറയുന്നത് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള നമ്മുടെ ഒരു ദേശീയ ആഘോഷമായി നമ്മൾ ഓരോരുത്തരും ആഘോഷിച്ചു വരുന്ന ഒരു ഉത്സവം തന്നെയാണ്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്ന ആ പഴം ചൊല്ലിലേക്ക് ഇന്ന് ആർക്കും എത്തേണ്ടതില്ല നമുക്കറിയാം. കാരണം ഇന്ന് മലയാളികൾക്ക് എല്ലാ ദിവസവും ഓണം തന്നെയാണ്. പക്ഷേ ഓണത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. എല്ലാവരും ഒരു മനസ്സോടെ, നമുക്കറിയാം നമ്മുടെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ വയനാട് ദുരന്തം വന്നപ്പോൾ ഒരു വലിയ പ്രകൃതി ദുരന്തം കൊണ്ട് നമ്മുടെ കേരള ജനത, നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ആ ദുരന്തം നടന്നപ്പോൾ ഈ ഓണാഘോഷ പരിപാടികളെല്ലാം മാറ്റിവെക്കണമെന്ന് തീരുമാനിക്കേണ്ടായി. പക്ഷേ ഓണം അത് നമുക്ക് ആർക്കും തന്നെ നമുക്ക് ഓരോ ദുരന്തങ്ങൾ നമുക്കൊന്നിന് പുറകെ വന്നുകൊണ്ടേണ്ട്. അത് കുടുംബത്തിലായാലും മറ്റായാലും ഒക്കെ ഓരോ അങ്ങനെ മോശമായ അനുഭവങ്ങൾ ഉണ്ടാവും. പക്ഷേ ഓണാഘോഷം എന്ന് പറയുന്നത് മലയാളികളെ മനസ്സിൽ എന്നും ഇടം പിടിച്ചിട്ടുള്ള ഒരു ആഘോഷം തന്നെയാണ്. അത് ആര് വിചാരിച്ചാലും നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. അതിന്റെ ഭാഗമായി ചില പരിപാടികൾ എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടുണ്ട്. ആ നടന്നതിന്റെ അത് ഓരോ തരത്തിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഓണാഘോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഓണാഘോഷമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ കുട്ടിക്കാലങ്ങളിൽ വളരെ ആസ്വദിച്ച് ഓണപ്പൂക്കൾ പറിക്കാൻ പോയിട്ട് നമ്മുടെ കൂട്ടുകാരോടൊപ്പം ഓണപ്പൂക്കൾ പറിച്ചുകൊണ്ട് പൂക്കളം തീർത്ത ഓർമ്മകളാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ ഇന്ന് കാലമൊക്കെ മാറിക്കഴിഞ്ഞു. ഇന്ന് നമ്മളൊക്കെ റെഡിമെയ്ഡ് ഒരു ഓണപ്പൂക്കളം ആ ഒരു തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മുടെ മക്കൾ ആരും തന്നെ ഇന്ന് ഓണപ്പൂക്കൾ പറിക്കാൻ പോയി ആ ഒരു സൗഹൃദ ബന്ധം ഉണ്ടാക്കിക്കൊണ്ട് ആ ഒരു തരത്തിലുള്ള ഒരു ഓണാഘോഷമല്ല. ഇന്നെല്ലാം പണം കൊടുത്ത് പൂ വാങ്ങി വിവിധങ്ങളായ ഏത് തരത്തിലുള്ള പൂ വേണമെങ്കിലും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്തരത്തിലെ പൂക്കൾ, പണം കൊടുത്ത് പൂക്കൾ വാങ്ങി വലിയ രീതിയിലുള്ള പൂക്കള മത്സരം നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മകളിൽ എനിക്ക് ഏറ്റവും നല്ല ഓണം എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ച് ആസ്വദിച്ചു കഴിഞ്ഞ ആ ഓണക്കാലം തന്നെയാണ്. അതിനെ കവച്ചു വെക്കാനുള്ള ഒരു ഓണാഘോഷമില്ല. കാരണം അന്ന് നാട്ടിലൊക്കെ തന്നെ വലിയ ഉത്സവങ്ങളും ആഘോഷങ്ങളുമാണ്. എല്ലാവരും ഓണസദ്യ, പൂക്കളം 9 ആ ഓണം അത്തം തൊട്ടുള്ള ദിവസങ്ങളിൽ ഓണപ്പൂക്കൾ പറിക്കാൻ പോയ നമ്മളെ കുട്ടിക്കാലത്ത് കൂട്ടുകാരോടൊന്നിച്ച് ഓരോ മാടായിപ്പാറക്ക്, അതാണ് നമ്മളെ ഏറ്റവും വലിയ അനുഭവം. മാടായിപ്പാറക്ക് പൂ പറിക്കാൻ പോയിട്ടുള്ള ഓർമ്മകള്. ഓണത്തിന്റെ തലേന്ന് നമ്മൾ ഒരുപാട് മാടായിപ്പാറ മുഴുവൻ ജനങ്ങളായിരിക്കും. അത്രമാത്രം ആളുകൾ ആ മാടായിപ്പാറയിൽ പൂ ശേഖരിക്കാൻ വന്നിട്ടുണ്ടാവും. അതൊരു വലിയ സന്തോഷകരമായിട്ടുള്ള അനുഭവം തന്നെയാണ്. അന്ന് പൂക്കളം, നമ്മളെ പൂക്കള മത്സരം എന്ന് പറയുന്നത് എല്ലാവരും പണം കൊടുത്ത് പൂ വാങ്ങിയിട്ടല്ല, നമ്മൾ ഓരോ വീട്ടുകാരും പൂ പറിച്ചു കൊണ്ടുവന്ന് പൂക്കള മത്സരം വളരെ ആഘോഷത്തോടെ നമ്മുടെ നാട്ടിലുള്ള ചെറിയ ക്ലബ്ബുകള്, വായനശാലകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഓണാഘോഷം. അത് പൂക്കള മത്സരം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഓണസദ്യ കഴിഞ്ഞ് പിന്നെ സ്കൂൾ കേന്ദ്രീകരിച്ചിട്ടൊക്കെ ഒരുപാട് പരിപാടികൾ നടത്തുകയാണ്. നാട്ടിലുള്ള കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ പോലും ആ പരിപാടികളിൽ പങ്കെടുത്ത് വൻ വിജയമാക്കുന്ന. അന്ന് നമ്മൾ സുന്ദരിക്ക് പൊട്ടുതൊടല്, ചട്ടി പൊട്ടിക്കൽ, അങ്ങനെ ഒരുപാട് മത്സരങ്ങളായിരുന്നു. കമ്പവലി, അതിന്റെ പരിസമാപനം എന്ന് പറയുന്നത് കമ്പവലിയോടുകൂടിയാണ്. അങ്ങനെയുള്ള ഒരു നല്ല ഓർമ്മകൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഇന്ന് നമ്മളെ മക്കളെ ആരും തന്നെ പൂപ്പറിക്കാൻ വിടുകയില്ല, അവരോട്ട് പോവുകയില്ല. ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കാലം മാറുമ്പോ എല്ലാം മാറുകയല്ലേ. നാടോടുമ്പോ നടുവേ ഓടണം എന്ന് പറയുന്നത് പോലെ ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. എന്തായാലും ഓണം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഉത്സവം തന്നെയാണ്. ആ ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ ഒരു പരിപാടി, ഇടച്ചേരി റെസിഡൻസ് അസോസിയേഷൻ ഇത്തരം ഒരു പരിപാടികൾ ഞങ്ങളെ കുടുംബാംഗങ്ങളെ ഒക്കെ ചേർത്തുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ടും നല്ല രീതിയിൽ അസോസിയേഷൻ ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അത്രമാത്രം മികവുറ്റ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഒരു അസോസിയേഷനാണ്. അത് എൻ്റെ വാർഡിലും കൂടി ആയപ്പോൾ അതിൻ്റെ മധുരം എന്ന് പറയുന്നത് ഇരട്ടി മധുരമാണ്. എന്തായാലും ഈ പരിപാടി വളരെ മനോഹരമായി നടത്താൻ കഴിഞ്ഞ സംഘടിപ്പിച്ച അസോസിയേഷന്റെ ഭാരവാഹികളെയും കുടുംബാംഗങ്ങളെയും മുഴുവൻ ആളുകളെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു, നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അടുത്തത് ഓണ സന്ദേശമാണ്. ആരായിരിക്കണം ഓണ സന്ദേശം നൽകേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന ഒരേ ഒരു രൂപം നമ്മുടെ പ്രിയപ്പെട്ട ACP രത്നകുമാർ സാറിൻ്റെതാണ്. എടച്ചേരി റെസിഡന്റ് അസോസിയേഷനുമായും അതുപോലെ റെസിഡന്റ് അസോസിയേഷനുകളുമായും വളരെ ഹൃദയ അടുപ്പം സൂക്ഷിക്കുന്ന ജനകീയനായ പോലീസ് ഓഫീസർ ACP നമ്മുടെ പ്രിയപ്പെട്ട രത്നകുമാർ സാറിന് ഓണ സന്ദേശം നൽകുന്നതിനായി ഹൃദയപൂർവ്വം ഈ പ്രൗഢഗംഭീരമായ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ അനിൽകുമാർ, അധ്യക്ഷത വഹിച്ച ജോർജ്, ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ മന്ത്രി, മുഖ്യാതിഥിയായി സംസാരിച്ച ഡെപ്യൂട്ടി മേയർ, എല്ലാവരും തന്നെ ഓണ സന്ദേശമാണ് നൽകിയത്. ഓണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി കോക്കിരി രാജേഷിനെ പോലുള്ളവർ ഇനി സംസാരിക്കാനുമുണ്ട്. ഓണസന്ദേശം കേട്ട് സന്ദേശമൊന്ന് നിർത്തിയാൽ അടുത്ത പരിപാടി തുടങ്ങാമായിരുന്നു എന്നുള്ള ഒരു ചിന്തയിലാണ് എല്ലാവരും. ഈ എടച്ചേരിക്കാരുടെ മനസ്സിലൊരു ഇടം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഇടം ഈ എടച്ചേരിയിൽ തന്നതിന് ഞാൻ ഇതിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളോട് അഗൈതവുമായ നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. വൈവിധ്യങ്ങളായ ഒരുപാട് പരിപാടികൾ ആവിഷ്കരിച്ച് നമ്മളെപ്പോലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പൊതുവെ നാട്ടിലെ ജനങ്ങളുമായി, സ്വന്തം നാട്ടിലെ ജനങ്ങളുമായിട്ട് വലിയ ആത്മബന്ധം പുലർത്താൻ പറ്റാത്ത ജോലി ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വളരെ പ്രചോദനവും പ്രോത്സാഹനവും കണ്ടുപിടിക്കാനുമുള്ള ഒരുപാട് വൈവിധ്യങ്ങളായ പരിപാടികളാണ് എടച്ചേരി റെസിഡൻസ് അസോസിയേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ ഒരു നേതൃത്വത്തിൽ കണ്ണൂരിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ കൂട്ടായ്മകൾ കേരളത്തിനാകമാനം മാതൃകയാവുന്ന നിരവധി പദ്ധതികൾ ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ ഒരു കൂടെ ചേർന്ന് നിൽക്കാൻ പലപ്പോഴും എന്നെയും കൂടെ വിളിക്കുന്നത് വളരെ സന്തോഷവും എനിക്ക് അഭിമാനവും നൽകുന്ന ഒരു സംഗതി തന്നെയാണ്. ജനങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് ജനപ്രതിനിധിയായാലും മന്ത്രിയായാലും ഉയർന്ന അധികാരമുള്ള സർക്കാർ ഉദ്യോഗസ്ഥനായാലും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും ആരായാലും ജനങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഒരു കരുത്തുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബക്കറ്റിലെ വെള്ളം മാത്രമായിട്ട് നമ്മൾ മാറും. അങ്ങനെ ഈ റെസിഡൻസ് അസോസിയേഷനോട് ചേർന്ന് നിൽക്കാനും എന്നെ ചേർന്ന് നിൽക്കാനും അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള, ജോർജിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകൾ തയ്യാറായതിൽ ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കേണ്ട എന്ന് അനിൽ പറഞ്ഞിരുന്നു. കാരണം ഒരുപാട് തവണ ഞാൻ നിങ്ങളോട് സംവദിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ CA ആയ കാലഘട്ടം മുതൽ ഞാൻ എടച്ചേരിയുമായിട്ട് നല്ല ഒരു ആത്മബന്ധം പുലർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നല്ല ഓണാശംസകൾ നേരുകയാണ്. ഈ കഴിഞ്ഞ 10 ദിവസങ്ങളിൽ എങ്ങനെയാണോ എടച്ചേരി ഒറ്റക്കെട്ടായി ഒരുമയോടെ മുന്നോട്ട് വന്ന് എല്ലാ കാര്യങ്ങളിലും സജീവ പങ്കാളിത്തത്തോടെ പെരുമാറിയത്, ഭാഗവാക്കായത്, അതുപോലെ തന്നെ വരും ദിവസങ്ങളിലും ഈ കൂട്ടായ്മ അതേപടി തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ചില മത്സരങ്ങളുടെ സമ്മാനദാനമാണ് ബഹുമാനപ്പെട്ട ACP സാർ നിർവഹിക്കുന്നത്. വനിതാ വിഭാഗം കമ്പവലി മത്സരം ക്യാഷ് പ്രൈസാണ്. അന്ന് മത്സരം നടന്നേരം കൊല സമ്മാനമായിട്ട് കിട്ടിയിരുന്നു, നേന്ത്രക്കൊല. ഇപ്പോൾ കൊടുക്കുന്നത് അതോടൊപ്പം ക്യാഷ് പ്രൈസാണ് കൊടുക്കുന്നത്. ഒന്നാം സ്ഥാനം നേടിയത് സൂര്യ, ശ്രീജിത്ത്, ഐമി, ജെയിംസ്, കാവ്യ, ശ്രീജ, ജിൻഷ, പ്രിൻഷ, ഷീബ. മുഴുവൻ ആളുകളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കമ്പവലി ഒന്നാം സ്ഥാനം നേടിയ സൂര്യ ആൻഡ് സൂര്യ, ശ്രീജിത്ത്, ഐമി, ജെയിംസ്, കാവ്യ, ശ്രീജ, ജിൻഷ, പ്രിൻഷ, ഷീബ. മുഴുവൻ ആൾ അപ്പറിപ്പുറം നിന്നോ സാറേ, അപ്പറിപ്പുറമായിട്ട് എല്ലാവർക്കും നല്ല കൈവടി. നമ്മുടെ കമ്പവലി ടീം എടച്ചേരി ഇവിടെ വനിതാ ടീം കരുത്തരായ
അടുത്തത് രണ്ടാം സ്ഥാനം നേടിയ ബിൻസി ആൻഡ് ടീം. ബിൻസി അനൂപ്, വിമല രവീന്ദ്രൻ, ജലജ രവീന്ദ്രൻ, സിന്ധു പ്രസീതൻ, ജയലളിത TK, നമിത കനക. മുഴുവൻ ആളുകളും വേദിയിലേക്ക് കടന്നു വരിക. എടച്ചേരിയുടെ കരുത്തരായ വനിതകൾ കമ്പവലിയിൽ രണ്ടാം സ്ഥാനം നേടിയ എല്ലാവരും നല്ല കൈമുട്ടിക്കട. അടുത്തത് കമ്പവലി എടച്ചേരിയുടെ പുരുഷ വിഭാഗം ടീം. ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് ജിതേഷ് ആൻഡ് ടീം. ജിതേഷ് CK, ഉണ്ണി, രത്നേഷ്, അനീഷ്, വൈശാഖ്, പ്രദീപൻ. അവര് എത്തിയിട്ടില്ല, എല്ലാവരും ജോലിയുള്ള ആളുകളായതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. അടുത്ത രണ്ടാം സ്ഥാനം നേടിയ ടീം സജേന്ദ്രൻ ആൻഡ് ടീം. സജേന്ദ്രൻ, പ്രമോദ്, രാജീവൻ, TK ദിവാകരൻ, ദേവദാസൻ, സഹർഷ്, അർജുൻ. മുഴുവൻ ആളുകളും വേദിയിലേക്ക് കടന്നു വരിക. എടച്ചേരിയുടെ കമ്പവലി ടീം കയ്യടി കൊടുക്കുക എല്ലാവരും. കുട്ടികളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആദിഷ് അനിൽകുമാർ ആൻഡ് ടീം. അവർ വന്ന് സമ്മാനം വാങ്ങേണ്ടതാണ്. ഇവിടെ ഇല്ലേ? ഓടിവാ. ആദിഷ്, ഋതിക്, ജാഡു. ഓക്കെ, നല്ലൊരു കയ്യടി. ബാക്കിയുള്ളവരില്ല അല്ലേ? ഓക്കെ, താങ്ക് യു. രണ്ടാം സ്ഥാനം നേടിയ ടീം അവര് ഇവിടെ ഇല്ലേ? രണ്ടാം സ്ഥാനം നേടിയ കുട്ടികൾ ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ആദിഷ് അനിൽകുമാർ ആൻഡ് ടീം. ഓടിവാ. ഫുട്ബോൾ ഷൂട്ടൌട്ട് ടീം ഒന്നാം സ്ഥാനം നേടിയ ടീം. നല്ലൊരു കയ്യടി കൊടുക്കുക നമ്മളെ കുട്ടികൾക്ക്. ഓക്കെ, രണ്ടാം സ്ഥാനം ഫുട്ബോൾ ഷൂട്ടൌട്ടിൽ നേടിയ യുവജന ക്ലബിലെ കുട്ടികൾ. അവരെത്തിയിട്ടില്ലെങ്കിൽ അവർക്കും പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ സമ്മാനം കൊടുക്കാം. നമ്മുടെ എടച്ചേരി റെസിഡന്റ് അസോസിയേഷൻ പരിധിയിൽ നമുക്കൊരു കൗൺസിലർ, നമ്മുടെ സ്വന്തം ആളാണ്, പക്ഷെ വേറൊരു ഏരിയയിലാണ് അദ്ദേഹം കൗൺസിലറുടെ സേവനം ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എടച്ചേരിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ കുക്കിരി രാജേഷിനെ ആശംസാ ഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ജോർജ് തയ്യിൽ, ബഹുമാനപ്പെട്ട ERAയുടെ പ്രസിഡന്റ് R അനിൽകുമാർ, ബഹുമാനപ്പെട്ട CK വിനോദ്, വനിതാ വേദിയുടെ പ്രസിഡന്റ് ശ്രീമതി പത്മിനി, സന്തോഷ്, KM പ്രകാശൻ, TK ദിവാകരൻ, സജേന്ദ്രൻ, സൂര്യ, പ്രിയങ്കരനായ അനീഷ്, അതുപോലെ തന്നെ ഡോക്ടറേറ്റ് നേടിയ TK ധന്യ, പ്രസിഡന്റ് സർവീസ് പുരസ്കാര ജേതാവ് സ്മിത. അതിലുപരി നമ്മുടെ നാടിൻ്റെ പ്രിയങ്കരായ നമ്മുടെ നാട്ടിൻ്റെ പ്രദേശവാസികളെ, ERAയുടെ കരുത്തരായ കർമ്മധീരരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറഞ്ഞതുപോലെ 10-20 ദിവസക്കാലമായി നമ്മുടെ നാട്ടിൽ നമ്മുടെ എല്ലാം മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം വളരെ വിപുലമായ രീതിയിൽ വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ച് വരുന്നതിന്റെ പരിസമാപ്തിയാണ് ഇന്നിവിടെ കുറിക്കുന്നത്. ഇനിയും ഈ സ്റ്റേജിൽ നിരവധിയാർന്ന കലാപരിപാടികളൊക്കെ അരങ്ങേറാനുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കുന്നില്ല. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിലൊക്കെ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളൊക്കെ അന്ന്
പൂ പറിക്കുന്നതൊക്കെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തെ കൃഷ്ണമനോൻ വനിതാ കോളേജിലും തൊട്ടടുത്ത ജയിൽ പറമ്പിലും ഒക്കെ. അന്നൊക്കെ ഞാനും മനീഷൊക്കെ പൂക്കൊട്ടയുമായി അന്ന് കോളാമ്പിപ്പൂ, ബസിപ്പൂ, അതുപോലെ തന്നെ തുമ്പപ്പൂ. ആ തുമ്പപ്പൂ ഒന്നും കാണാനില്ല. അങ്ങനെ ആ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ കൂട്ടം കൂടി എല്ലാ ആളുകളും ഒരു 10-50 കുട്ടികളൊക്കെ ആ കുട്ടികൾ പ്രായത്തിലൊക്കെ വനിതാ കോളേജിന്റെ പരിസരത്തും ജയിൽ പറമ്പിലൊക്കെ പൂപ്പറിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതിൽ നല്ല വിഭിന്നമായി ഇന്നിപ്പോ പൂക്കൃഷിയാണ് നമ്മൾ ഈ ആകെ തുടങ്ങിയിട്ടുള്ളത്. ഇനിയുള്ള കാലഘട്ടങ്ങളിലൊക്കെ സ്വന്തം തന്നെ ഉൽപ്പാദിപ്പിച്ച് പുതിയ പൂക്കൃഷിയുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ പഴയ കാലത്ത് ആ ഒരു തുമ്പപ്പൂന്ന് ഇപ്പം കാണാനില്ല, കോളാമ്പിപ്പൂ കാണാനില്ല, ബസിപ്പൂല്ല, കാക്കപ്പൂല്ല. അപ്പൊ അന്നൊക്കെ സുലഭമായി നമ്മുടെ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു. അന്നുള്ള പോലെ കൂടുതൽ വീറും വാശിയോടുകൂടി ഓണം ആഘോഷം മുൻപോട്ട് വരുമ്പോൾ നമ്മുടെ ഇയാറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിന് തന്നെ അഭിമാനക്കത്തക്ക രീതിയിൽ വളർന്ന് പന്തലിച്ച് വരുന്ന ഒരു അസോസിയേഷനാണ്. കണ്ണൂർ ജില്ലക്കും കേരളത്തിലും തന്നെ അഭിമാനക്കത്തക്ക രീതിയിൽ വളർന്നു വരുന്ന ഈ അസോസിയേഷന്റെ കരുത്ത് ഇവിടെ കൂടിയുള്ള എല്ലാ ജനങ്ങളുമാണ്. ഈ ജനങ്ങളുടെ ഒത്തൊരുമിച്ചുള്ള ഈ പ്രവർത്തനം വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ നാടിന്റെ ഇടച്ചേരി പ്രദേശത്തിന്റെ യശസ് ഉയർത്തുന്നതിന് വേണ്ടി മുൻപോട്ടേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി ആശംസാ ഭാഷണം നമ്മുടെ ഏറെ പ്രിയപ്പെട്ട വിനോദേട്ടനാണ്. എടച്ചേരി റെസിഡന്റ് അസോസിയേഷനുമായി ഏറ്റവും അടുത്ത ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ഞങ്ങൾ ഏറെ പ്രിയപ്പെട്ട വിനോദേട്ടനെ ആശംസാ ഭാഷണം. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷനും ഇആർഎയുടെ പ്രസിഡന്റുമായ ജോർജ് തയ്യൽ, സ്വാഗതം ആശംസിച്ച അനിൽകുമാർ, മറ്റു വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ കലാപരിപാടി ആസ്വദിക്കാനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം. ഒരു നീണ്ട പ്രസംഗം നമ്മുടെ ഡെപ്യൂട്ടി മേയർ, ഉദ്ഘാടകൻ ഒക്കെ നടത്തിയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാശംസകൾ നേരുവാൻ മാത്രം ഞാൻ വിനിയോഗിക്കുന്നു. നമുക്കിനിയും ഒരുമിച്ച് ഇആർഎയുടെ പ്രവർത്തനം കൂടുതൽ മേഖലകളിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ഈ സംഘടനാ സംവിധാനം നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങൾ ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ്. അടുത്തത് ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള ആദരവാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ കൗൺസിൽ ശ്രീ കൂക്കിരി രാജേഷ് ക്ഷണിക്കുന്നു. BBA എക്സാമിൽ ഉന്നത വിജയം നേടിയ സാന്ദ്ര പ്രേംജിത്ത്, പ്രബന്ധാവതരണത്തിൽ മാലിന്യമുക്ത കേരളം എന്ന വിഷയത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച സാധിക രത്നേഷ്, ISC +2 ഉന്നത വിജയം നേടിയ തേജ പ്രമോദ്, +2 കേരള വിഷയത്തിൽ ഉന്നത വിജയം നേടിയ ദിയ സിജി, അമൻഡ അബ്ദുൽ സലാം, നന്ദിൻ വിനോദ്, CBSE 10th ഉന്നത വിജയം നേടിയ നന്ദിൻ വിനോദിന്റെ, CBSE 10th ഉന്നത വിജയം നേടിയ സ്വാതിക ആദർശ്, പാർവതി പ്രജിത്ത്, ICSE 10th ഉന്നത വിജയം നേടിയ യാദവ് KP. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണേ.
SSLC ഉന്നത വിജയം നേടിയ ദർശൻ കെ, ദേവനന്ദ MV. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണേ. എബിൻ തോമസ്, നിയാപി. അടുത്തതായി സമ്മാനം വിതരണം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ വിനോദേട്ടനാണ്. എബിൻ തോമസ്. നിയാപി. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണേ. നമ്മുടെ അഭിമാനം താരങ്ങളാണ്. അൻവിതായം, അന്ന ജൂലിയറ്റ് അനൂപ്, ദേവനന്ദു, അന്ന ജൂലിയറ്റ് അനൂപ്. അടുത്തതായി USS സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികളുടേതാണ്. ഗൗതം ഗിരീഷ്. എല്ലാവരും കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കണേ. അവനി രാജീവൻ, അസ്റ്റിൻ മനോജ്, സംസ്കൃതത്തിൽ സ്കോളർഷിപ്പ് കിട്ടിയ ആഷിക ഇ, ആരാധ്യ പ്രസീദൻ. എല്ലാരും ഒന്ന് ആവേശം കൈയടിക്കണേ. ആരാധ്യ പ്രസീദൻ. താങ്ക് യു വിനോദ. താങ്ക് യു രാജേഷ്. നമ്മൾ ചടങ്ങിന് ഔദ്യോഗികമായി ഇപ്പോൾ നന്ദി പ്രകാശിപ്പിക്കപ്പെടുകയാണ്. ഇതിനിടയിൽ നിങ്ങൾക്കറിയാം ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളിൽ നിന്ന് തന്നെ പേരെഴുതി ഒരുപാട് സമ്മാനങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന മത്സരങ്ങളിൽ പായസ മത്സരം അടക്കമുള്ള എല്ലാ മത്സരങ്ങളിലും സമ്മാനങ്ങൾ നിങ്ങൾക്ക് ഇതിനിടയിൽ ഓരോ കലാപരിപാടികൾക്കിടയിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഔദ്യോഗികമായി ചടങ്ങിന് നന്ദി പറയുന്നതിനായി ഇടച്ചേരി റെസിഡന്റ് അസോസിയേഷന്റെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ഏറെ സ്നേഹം നിറഞ്ഞ ഹനീഷ് കെ വാണിയങ്കണ്ടിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചടങ്ങിന്റെ അധ്യക്ഷൻ എടച്ചേരി റെസിഡന്റ് അസോസിയേഷന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ജോർജ് തയ്യിൽ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികളായിരുന്ന ഉദ്ഘാടകൻ കൂടിയായ പ്രിയപ്പെട്ട നമ്മുടെ കണ്ണൂരിന്റെ MLA, മന്ത്രി കൂടിയായ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവറുകൾ, അതുപോലെ ഡെപ്യൂട്ടി മേയർ ഇന്ദിര മാഡം, അതുപോലെ ACP രത്നകുമാർ സർ, നമ്മുടെ പ്രിയങ്കരനായ കൂക്കിരി രാജേഷ്, വിനോദേട്ടൻ തുടങ്ങിയ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട മെമ്പർമാരെ, സുഹൃത്തുക്കളെ, ഇടച്ചേരി റെസിഡന്റ് അസോസിയേഷന്റെ ഒരു ഓണാഘോഷ പരമ്പരയുടെ അവസാന ഘട്ടമാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ കേരളത്തിലെ തന്നെ ഒരു മാതൃകാ പ്രവർത്തനം നടത്തുന്ന ഈ ഇടച്ചേരി റെസിഡന്റ് അസോസിയേഷന്റെ ഈ സമാപന സമ്മേളനം ഇവിടെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വൈകിയ വേളയിൽ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കാതെ നേരിട്ട് എൻ്റെ ചടങ്ങ് കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഇന്ന് പരിപാടി ഗംഭീരമായി ഉദ്ഘാടനം ചെയ്ത് നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ MLAയും പ്രിയപ്പെട്ട മന്ത്രിയുമായ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവറുകൾക്ക് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഡെപ്യൂട്ടി മേയറും നമ്മുടെ പ്രിയങ്കരിയുമായ കൗൺസിലർ അഡ്വക്കേറ്റ് ഇന്ദിര മാഡത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇടച്ചേരി റെസിഡന്റ് അസോസിയേഷനുമായിട്ട് എപ്പോഴും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ACP രത്നകുമാർ സാറിനും അവരുടെയൊക്കെ അഭാവത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മളിവിടെ ഇത്ര സമയം നമ്മളെ കൂടെ ഇരുന്ന കൂക്കിരി രാജേഷ്, അതുപോലെ വിനോദേട്ടൻ, കൗൺസിലറും മുൻ കൗൺസിലർമാരും, അവർക്ക് രണ്ടും പ്രത്യേകം ഇടച്ചേരി റെസിഡന്റ് അസോസിയേഷന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഇവിടെ നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങിയ
ശ്രീമതി സ്മിത പി, അതുപോലെ ധന്യ, ഇവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഔദ്യോഗികയുടെ പേരിൽ നമ്മുടെ പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മെമ്പർമാരാണ്. നമ്മുടെ ഈ ചടങ്ങിന്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ നിങ്ങൾ ഈ പരിപാടിക്ക് വന്ന് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സഹകരണത്തിനും എത്തിച്ചേർന്നതിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയുകയാണ്. SLC പാസ്സായ കുട്ടികളിൽ അൻവിത് എം നേരത്തെ വിളിച്ചപ്പോൾ ഉണ്ടായില്ല. ആ കുട്ടിയെ കൂടി ഈ അവസരത്തിൽ വിളിച്ച് ആദരവ് നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് മറ്റ് നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന ചടങ്ങുകളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. നന്ദി, നമസ്കാരം. അൻവിത് എം ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് വരണം. നമ്മുടെ ഔദ്യോഗിക ചടങ്ങുകളിലൂടെ അവസാനിക്കുകയാണ്. ഇനി ഒട്ടനവധി കലാപരിപാടികൾ, അത് തിരുവാതിര, നാടകം, അങ്ങനെ ഒട്ടനവധി കലാപരിപാടികൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ സ്നേഹവിരുന്ന സമയമാകുമ്പോൾ നിങ്ങൾക്ക് എത്തിച്ചേരും. അങ്ങനെ അതിമനോഹരമായ നല്ലൊരു രാത്രി, വളരെ നല്ലൊരു കലാരാത്രി നിങ്ങൾക്ക് ആശംസിക്കുന്നു. എല്ലാവരും കാത്തിരിക്കുക മനോഹരമായ കലാപരിപാടികളിലേക്ക്. നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം. ഓക്കെ, ആ ബോക്സ് വീണ്ടും അവിടെ വെച്ചോ. നറുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കുന്നു. അതിനോടൊപ്പം ഗെയിം ഉണ്ടാവും. എല്ലാവരും ആസ്വദിക്കുക. അതിനിടയ്ക്ക് ഇപ്പം ഭക്ഷണം തുടങ്ങും. അപ്പം ഭക്ഷണം ഒരു ഭാഗത്ത് കഴിക്കുക. സംഗീതങ്ങളും കലയും എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇന്നത്തെ ഓണം നമുക്ക് അടിച്ചു പൊളിക്കാം. ഓണപ്പാട്ടുമായി റെസിഡൻസ് അസോസിയേഷന്റെ കരുത്തരായ പ്രവർത്തകർ നിങ്ങളുടെ മുന്നിൽ.
തുള്ളണ്ടേ തോണിപ്പാട്ടിൻ നീളം കേട്ടോ പൂവാലൻ തുമ്പി പൂക്കളമിട്ടൊരു മുറ്റത്ത് തുമ്പി തുള്ളണ്ടേ പഴമുണ്ടേ പായസമുണ്ടേ തിരുവോണ കോടിയുമുണ്ടേ പഴമുണ്ടേ പായസമുണ്ടേ തിരുവോണ കോടിയുമുണ്ടേ മാവേലി തമ്പുരാനെഴുന്നള്ളും നേരം ഓണപ്പൂവിളി പാട്ടുമൂളണ പൂത്തുമ്പി കർക്കിടക കരിമുകിൽ മാഞ്ഞു പൊൻചിങ്ങം വരവാ ഒരു പൂവേ ഒരു പൂവേ ഒരു നിറ പൊലി നിറ പൊലി പൂവേ ഒരു പൂവേ ഒരു പൂവേ ഒരു നിറ പൊലി നിറ പൊലി ഓണപ്പൂവിളി നാടുവരും പൂവിളി ഓണപ്പൂവിളി നാടുവരും പൂവിളി ഓണപ്പൂവിളി പാട്ടുമൂളണ പൂത്തുമ്പി കർക്കിടക കരിമുകിൽ മാഞ്ഞു പൊൻചിങ്ങം വരവാ ഒരു പൂവേ ഒരു പൂവേ പൂവേ ഒരു പൂവേ ഒരു നിറ പൊലി നിറ പൊലി നാടുണരും പൂവിളി. താങ്ക് യു. അടുത്തത് തിരുവാതിര. ശ്രീജ ആൻഡ് ടീം അവതരിപ്പിക്കുന്ന തിരുവാതിരക്ക് ശേഷം നമ്മുടെ അവതരിപ്പിക്കുന്ന ഡാൻസ്. തിരുവാതിര ടീം എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് കടന്നു വരിക. ഗജാനനം ഭൂത ഗണാധി സേവിതം കപിത്തജംബൂ ഫലസാര ഭക്ഷിതം ഉമാസുതം ശോക വിനാശകാരണം നമാമി വിഘ്നേശ്വര പാദ പങ്കജം. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നെള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നെള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഇത്തിരി കൊണ്ടുരുക്കി
ശ്രീപാദപ്പൂ കൊണ്ടേ പൂക്കളം തീർക്കുന്ന മാനിനി മേദിനി വെണ്ണിലാവേ. ശ്രീപാദപ്പൂ കൊണ്ടേ പൂക്കളം തീർക്കുന്ന മാനിനി മേദിനി വെണ്ണിലാവേ. ചാന്ദ്രമാസത്തിന്റെ പൂവിതളെന്തും നിൻ നാണമീതും രാഗമല്ലോ. ചാന്ദ്രമാസത്തിന്റെ പൂവിതളെന്തും നിൻ നാണമീതും രാഗമല്ലോ. പുത്തൻ ചിങ്ങം പുലർന്ന നേരം നിന്റെ വേലിക്കു നാള് കുറിച്ചുവല്ലോ. പുത്തൻ ചിങ്ങം പുലർന്ന നേരം നിന്റെ വേലിക്കു നാള് കുറിച്ചുവല്ലോ. ഇന്നു നീരാടി ഇണങ്ങുന്ന മല്ലിക ചൂടി, ഇന്നു നീരാടി ഇണങ്ങുന്ന മല്ലിക ചൂടി. ഋതുമതി മംഗലം കാത്തും തിരുമേനി പൂമുഖമോത്തും, ഋതുമതി മംഗലം കാത്തും തിരുമേനി പൂമുഖമോത്തും. തുടിക്കുമ്പോൾ മേളപ്പദമാടും ചിരി തൂകും കതിരുറയുന്നൊരു നാണത്തിൽ പൂക്കളി എടുത്തെടുക്കും ഞങ്ങൾ മേനിയിൽ ചാത്തിക്കളിച്ചു പാടും. മേളപ്പദമാടും ചിരി തൂകും കതിരുറയുന്നൊരു നാണത്തിൽ പൂക്കളി എടുത്തെടുക്കും ഞങ്ങൾ മേനിയിൽ ചാത്തിക്കളിച്ചു പാടും. ശ്രീപാദപ്പൂ കൊണ്ടേ പൂക്കളം തീർക്കുന്ന മാനിനി മേദിനി വെണ്ണിലാവേ. ചാന്ദ്രമാസത്തിന്റെ പൂവിതളെന്നും നിൻ നാണമീതും വിദ്യുരാഗമല്ലോ. അത്തം ചിത്തിര ചോതി വിശാഖങ്ങളൊക്കെയും നിന്നെ ഒരുക്കി വിട്ടു. അത്തം ചിത്തിര ചോതി വിശാഖങ്ങളൊക്കെയും നിന്നെ ഒരുക്കി വിട്ടു. മേളകൾ നാളെ തിരുനാള് വേലിയും നാളെ, മേളകൾ നാളെ തിരുനാള് വേലിയും നാളെ. ആളുമാറ വാരവം വന്നു ഇനി നിന്റെ തമ്പുരാൻ കൂടെ, ആളുമാറ വാരവം വന്നു ഇനി നിന്റെ തമ്പുരാൻ കൂടെ.
അതിനല്ലിയോളം തുളുമ്പിയല്ലോ ശ്രീപാദപ്പൂ കൊണ്ടേ പൂക്കളം തീർക്കുന്ന മാനിനി മേദിനി വെണ്ണിലാവേ ചാന്ദ്രമാസത്തിന്റെ പൂവിതളെന്തും നിൻ നാണമീ തുമ്പിക്കൊരാഗമല്ലോ നാണമീ തുമ്പിക്കൊരാഗമല്ലോ കുട്ടനാടൻ പുഞ്ചയിലെ തകതിയിലോ കൊച്ചു പെണ്ണെ കുയിലാളെ താരാതേ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം തുഴൽ വേണം കുരവ വേണം ഓ തിത്തിത്താരാതിത്തിത്തേ തകതിയിലോ ോ വരവേൽക്കാനാളു വേണം ചിത്തൈതകതൈതോ കൊടി തോരണങ്ങൾ വേണം ചിത്തിതാരാതൈ വരവേൽക്കാനാളു വേണം കൊടി തോരണങ്ങൾ വേണം വിജയശീലാളിതരായി വരുന്നു ഞങ്ങൾ ഓ ചിത്തിത്താരാതിത്തിത്തൈതകതൈതോ ചിത്തിത്താരാതിത്തിത്തൈ